ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് തക്കാളി ഒന്നും ചേർക്കണ്ട, ഉള്ളി മാത്രം ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. മുട്ടക്കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വലിയ സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മുട്ടക്കറി റെഡിയാക്കുമ്പോൾ മെയിനായിട്ട് സവാളയാണ് കേട്ടോ കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം ശരിക്കും മാറണം. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട ശേഷം ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. സാധാരണ നമ്മുടെ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, ചെറിയൊരു മധുരത്തോടു കൂടിയ കറിയാണത്. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഒരു ചെറിയ മധുരമൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ഒരു സെമി ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 4 മുട്ട പുഴുങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞു. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി മുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. 2 സവാള അരിഞ്ഞെടുക്കേണ്ട ഒരു സമയം മാത്രം മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് വിത്ത് സൈനിങ് ഓഫ്. ബൈ.